വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അച്ഛല്ലേട്ടാ, അച്ഛൻ ജോലി കഴിഞ്ഞ് വന്നിട്ടില്ല. അപ്പം ഞാനും മോളും വീഡിയോ എടുക്കുന്നത്. നമുക്ക് മസാലക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. അതിൽ തവിട് കളയാത്ത അരി ഒരു 1.5 ഗ്ലാസ് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ 1 ഗ്ലാസ് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ബീൻസ്, ഒരു ക്യാരറ്റ്, ഒരു സബോള, 2 തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഇതിൽ മല്ലിയില, പുതിനയില, പിന്നെ നാളികേരം, കുരുമുളക്, പെരിഞ്ജീരകം, 3 പച്ചമുളക്. ആദ്യം നമുക്ക് ഇതൊക്കെ എല്ലാം കൂടി അരിയുക. ഇഞ്ചി ചതച്ചിടുക. പിന്നെ ക്യാരറ്റും ബീൻസും തക്കാളിയും കൂടി അരിയുക. എന്നിട്ട് അത് വേവിക്കുക. നാളികേരം, കുരുമുളകും പെരിഞ്ജീരകവും പച്ചമുളകും അത് നമ്മൾ അരയ്ക്കണം. അപ്പോൾ അത് നമുക്ക് അരി വേവിക്കാം. കഞ്ഞിനകത്ത് അരി അത് കുക്കറിലുള്ളത് നല്ല വേവുണ്ട്. കുറേ നേരം കുക്കണം. അപ്പോൾ നമുക്ക് കുക്കറിലാണ് അത് കഴുകി വെച്ച അരിയാണത്. നമ്മൾ അരി വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു. ഇതിലൊരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ കപ്പ് കൊണ്ട് 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അത് 2-3 വിസിലടിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി തുറന്ന് നോക്കാം. വെന്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി വിസിലടിക്കാം. ചിലപ്പോൾ വേവും, ചിലപ്പോൾ വേവ് കുറവാകും. ഇനി നമുക്ക് ഈ പച്ചക്കറികൾ നമുക്ക് അരിഞ്ഞ് വേവിക്കണം. അപ്പോൾ അത് നമുക്ക് പച്ചക്കറികൾ അരിയാം. ക്യാരറ്റ്, ബീൻസ്, സബോള, തക്കാളി, പിന്നെ ഇഞ്ചി ചതച്ചിട്ടുണ്ട്. പിന്നെ അത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അത് വേവിക്കാം. അപ്പം നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം. പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂണ് പെരിഞ്ജീരകം, പിന്നെ കുറച്ചൊരു പിടി കുരുമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടും കുറച്ചൊക്കെ ചെയ്യാം. പിന്നെ നാളികേരം, 1 മുറി നാളികേരം എടുത്തുണ്ട്. വലിയൊരു നാളികേരത്തിൻ്റെ 1 മുറി നാളികേരം എടുത്തുണ്ട്. ഇത് നന്നായി അരയ്ക്കുക. വെള്ളം അധികം വേണ്ട, കട്ടയായിട്ട് അരച്ചേക്കുക. കരണ്ട് ചിലപ്പോൾ പെട്ടെന്ന് പോകാം, അങ്ങനെ വേഗം അരച്ചേക്കാൻ പോവാം. ഇത് നമ്മൾ നാളികേരം അരച്ചു. അധികം കട്ടിയല്ല, എന്നിട്ട് ലൂസല്ല, അതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. അരി ഒരു 3 വിസിലടിച്ചപ്പോൾ കുക്കർ ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് വേവ് കുറവാക്കി ചെയ്യാൻ ഒന്നുകൂടി അടിക്കാം നമുക്ക്. പിന്നെ അതിലേക്ക് ഇവിടെ കിടന്ന് വേവുണ്ട് വെജിറ്റബിൾസ്. അത് പെട്ടെന്ന് വേവ്. ക്യാരറ്റും ബീൻസൊക്കെ അല്ല, അത് പെട്ടെന്ന് വേവ്. വെന്തു. 3 വിസിലാണ് മുന്നേ അടിച്ച് ഓഫാക്കി വെച്ച്. പിന്നെ തുറന്നു നോക്കിയപ്പോൾ വെന്തിട്ടായിരുന്നില്ല. അപ്പോൾ ഒന്നും കൂടി 2 വിസിലടിച്ച് അപ്പോഴാണ് വെന്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർക്കുക. ഇനി അരച്ച നാളികേരവും പെരിഞ്ജീരകവും കുരുമുളകും കൂടി അരച്ച് വെച്ചതും ചേർക്കുക. ഇനി ഇതൊന്ന് തിളയ്ക്കുമ്പോൾ മല്ലിയില അല്ലെങ്കിൽ പുതിനയില ഇടുക. പിന്നെ ഇതിൽ വെജിറ്റബിൾസ് വേവിക്കുമ്പോൾ ഉപ്പിട്ടുണ്ടായിരുന്നു. കഞ്ഞിയിൽ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ ഒന്ന് തിളച്ചിട്ട് കഞ്ഞിയിൽ ഉപ്പില്ലെങ്കിൽ നമുക്ക് ഉപ്പിടാം. നാളികേരം ഒഴിച്ചിട്ട് തള വരുന്നോട് കൂടി ഇത് ഓഫാക്കി. ഇനി ഇതിൽ മല്ലിയുടെ അല്ലെങ്കിൽ പുതിനയുടെ ഇലിട്ടുണ്ട്, അതിട്ടു. ഇനി നമുക്കത് കഴിക്കാം. ഇതിലേക്ക് വേറെ കറികളോ ഒന്നും വേണ്ട, ഇത് തന്നെ കൂട്ടി കഴിക്കാവുന്നതാണ്. ഉപ്പും എരിവും പിന്നെ മസാലയുടെ ഇഞ്ചി, പെരിഞ്ജീരകം, കുരുമുളക്, അതിൻ്റെ ഫ്ലേവറും എല്ലാതും ഉണ്ട്. ഒരു ഹെൽത്തി കഞ്ഞിയാണത്. ക്യാരറ്റും ബീൻസും അല്ല കഷ്ണങ്ങളൊക്കെ എടുക്കണമുണ്ട്, വെന്തിട്ടുമുണ്ട്. അല്ല ക്യാരറ്റ്, ബീൻസ് ഇതൊക്കെ. ഇനി നമുക്കിത് കഴിക്കാം. നല്ല കഞ്ഞിയാണല്ലോ. ആ, നല്ലൊരു പ്രകൃതി കഞ്ഞി അല്ലേ. ഇതിന് കൂട്ടാനൊന്നും വേണ്ട. എരിവുണ്ട്, മസാലയും എരിവുണ്ട്, പിന്നെ നാളികേരം, അച്ചാറല്ല കുരുമുളകും പെരിഞ്ജീരകം, പിന്നെ മല്ലിയില പുതിനയില ഇട്ടുണ്ട്. ഇത് പൊളിയാട്ടത്. അപ്പോൾ ഇത് എല്ലാവരും വെച്ച് നോക്കണം. വെച്ച് നോക്കിയാൽ അറിയാവുന്നുണ്ട് പൊളിയാണല്ലേ എന്നറിയാം. അത്രയും ടേസ്റ്റുള്ള സാധനമാണ്. ഒന്നും വേണ്ടത് കണ്ടില്ല. എനിക്ക് ഞങ്ങൾ തുകയാവുന്നു വിചാരിച്ചില്ല. ഇത്രയും അടിപൊളി ആവുന്നു വിചാരിച്ചില്ല. പറഞ്ഞു ഇന്ന് വെറൈറ്റി കഞ്ഞി ഉണ്ടാക്കുന്നു പറഞ്ഞിരുന്നു. പക്ഷെ ഇത് അടിപൊളിയായി. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം.
അപ്പോൾ എല്ലാവർക്കും ബൈ.